നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ക്യാമ്പസിൽ രാത്രി കർഫ്യൂ ഏർപ്പെടുത്തുകയും ഹോസ്റ്റൽ സമയം പുനഃക്രമീകരിക്കുകയും ചെയ്തതിനെതിരെ വിദ്യാർത്ഥി പ്രതിഷേധം തുടരുന്നതിനിടെയാണ് കോഴിക്കോട് NITയിൽ ക്ലാസുകൾ ഓൺലൈനാക്കി മാറ്റിയത്. വെള്ളിയാഴ്ച മുതൽ ക്ലാസുകൾ ഓൺലൈൻ വഴി മാത്രമായിരിക്കുമെന്ന് NIT സർക്കുലറിൽ അറിയിച്ചു. ഏപ്രിൽ 5 വരെ ഓൺലൈൻ ക്ലാസുകൾ നടത്തുമെന്നാണ് അറിയിപ്പ്. ശേഷം റെഗുലർ ക്ലാസുകൾ തുടങ്ങുമെന്നും ഏപ്രിൽ 17-ന് വർഷാവസാന സെമസ്റ്റർ പരീക്ഷ നടക്കുമെന്ന് നോട്ടീസിൽ പറയുന്നു. BTech, BArch പോലുള്ള ബിരുദ കോഴ്സുകളിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. PG, PhD വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ളതുപോലെ തന്നെ ഓഫ്ലൈനായി തുടരാമെന്നും അക്കാഡമിക് ഡീൻ പുറത്തിറക്കിയ ഉത്തരവ് വ്യക്തമാക്കുന്നു. എന്നാൽ NIT ക്യാമ്പസിലെ രാത്രികാല നിയന്ത്രണങ്ങൾക്കെതിരെ നടക്കുന്ന സമരം പൊളിക്കാനാണ് ക്ലാസ് ഓൺലൈനാക്കിയതെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. വിദ്യാർത്ഥികൾക്ക് രാത്രി കർഫ്യൂ ഏർപ്പെടുത്തിയതിനു പുറമെ ഇനി മുതൽ എല്ലാവർക്കും ID കാർഡും നിർബന്ധമാക്കുമെന്ന് ഉൾപ്പെടെയുള്ള നീക്കങ്ങളും അണിയറയിൽ പുരോഗമിക്കുന്നതായും വിദ്യാർത്ഥികൾ ദ ഫോർത്തിനോട് പ്രതികരിക്കുകയുണ്ടായി. രാത്രി 12-നുള്ളിൽ വിദ്യാർത്ഥികൾ ഹോസ്റ്റലുകളിൽ കയറണമെന്നും ക്യാമ്പസിനകത്ത് രാത്രി സഞ്ചാരം അനുവദിക്കില്ലെന്നും അറിയിച്ചുകൊണ്ടുള്ള ഇമെയിൽ കഴിഞ്ഞ ദിവസമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത്. 11 മണിക്ക് ശേഷം ക്യാൻറ്റീനുകൾ പ്രവർത്തിക്കില്ലെന്നും നോട്ടീസിൽ പറയുന്നു. ഇതിന് വിചിത്രമായ കാരണങ്ങളും NIT അധികൃതർ പറഞ്ഞിരുന്നു. അർദ്ധരാത്രി ഭക്ഷണം കഴിക്കുന്നതും ഉറക്കമില്ലാതിരിക്കുന്നതും വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് ന്യായമാണ് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന് മുന്നോട്ട് വെച്ചത്. ജനുവരിയിൽ വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ നടത്തിയ സമരത്തോടുള്ള പ്രതികാര നടപടിയാണിതെന്ന് വിദ്യാർത്ഥികളുടെ പക്ഷം. വൈശാഖ് എന്ന വിദ്യാർത്ഥിയെ അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. രാമക്ഷേത്ര പ്രതിഷ്ഠ നടന്ന ജനുവരി 22-ന്റെ തലേ ദിവസം ക്യാമ്പസിലെ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ക്ലബ്ബ് നടത്തിയ ആഘോഷ പരിപാടിയിൽ പ്രതിഷേധിച്ചാണ് ദളിത് വിദ്യാർത്ഥിയായ വൈശാഖിനെതിരെ നടപടിയെടുത്തത്. ഇന്ത്യ രാമരാജ്യമല്ല എന്ന പ്ലക്കാർഡുമായാണ് വൈശാഖ് പ്രതിഷേധിച്ചത്. വൈശാഖിന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ സമരം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും നടപടി പിൻവലിക്കാൻ അധികൃതർ നിർബന്ധിതരാകുകയായിരുന്നു. അതിനുശേഷവും ക്യാമ്പസ് വിവാദങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. NIT അധ്യാപിക ഷൈജ ആണ്ടവൻ ഗാന്ധിഘാതകനായ ഗോഡ്സെയെ കുറിച്ച് നടത്തിയ പ്രസ്താവനയാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ഇന്ത്യയെ രക്ഷിച്ച ഗോഡ്സെയിൽ അഭിമാനമുണ്ട് എന്നായിരുന്നു ഷൈജ ആണ്ടവന്റെ ഫേസ്ബുക്ക് കമന്റ്. അധ്യാപികയ്ക്കെതിരെ കലാപാഹനത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു.